ഞാനിപ്പോൾ ഇന്ന് കുക്കിംഗ് ആയിട്ടല്ല കേട്ടോ വരുന്നത്. എൻ്റെ അമ്മായിയുടെ മകൻ്റെ വീട് താമസമാണ്. അപ്പോൾ ഞങ്ങൾ പ്രിയദർശിനി ബസ്സിലാണ് കേട്ടോ കയറിയിരിക്കുന്നത്. 2 ബസ് കയറാനുണ്ട്. അവൻ താമസിക്കുന്നത് കൊടുങ്ങല്ലൂർ വെള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. കാരണം ബസ്സിൽ യാത്രക്കാർ ഒരുപാടുണ്ട്. അവർക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. കസിൻസൊക്കെ ബാക്കിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ബസ്സാണ് കയറേണ്ടത്. ഞങ്ങളിപ്പോൾ സ്റ്റാൻഡിലേക്ക് എത്തി കൊടുങ്ങല്ലൂർ. അവിടുന്ന് ബസ് വേറെ കയറിയിട്ടുണ്ട്. വെള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ബസ്സിലാണ് കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ എത്തി. ഞങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ ഒരു വീടാണ്. അവന് 10 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ ഒരു വീട് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി വീടാണ്, മാഷാ അല്ലാ. നല്ല എന്താ, കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, വീട് കാണുമ്പോൾ തന്നെ. ഉള്ളിലൊക്കെ നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാടൊന്നുമായിട്ട് അങ്ങോട്ട് എടുത്തിട്ടില്ല, കാരണം നല്ല ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും തലേന്ന് തന്നെ വന്നുകൊണ്ടിട്ട് തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ രാത്രിത്തെ വിശേഷങ്ങളാണ് കാണുന്നത് കേട്ടോ. സൺഡേ ആണ് പരിപാടി. അപ്പോൾ ശനിയാഴ്ച ദിവസമാണ് ഈ കാണുന്നത്. അപ്പം ഞങ്ങൾ അമ്മായിയുടെ വീട് അടുത്ത് തന്നെ ഉണ്ട്. ഇവൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു രാത്രിത്തെ ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വെക്കണ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ഉണ്ട്, എൻ്റെ അമ്മായിയുടെ മോളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെമ്മീനൊക്കെ കിള്ളിക്കൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ അതുകൂടാണ്ട് വെണ്ടക്ക ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ രസം ഉണ്ടാക്കുന്നത് എൻ്റെ വാപ്പാടെ ചേട്ടൻ്റെ മകളാണ് കേട്ടോ. അത് പുള്ളിക്കാരത്തി കൊല്ലത്താണ് താമസിക്കുന്നത്. ആ ഒരു സ്റ്റൈലാണ് രസം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കേട്ടോ എല്ലാവരും കാണുവാനായിട്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റൈൽ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള രസമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ഇതേപോലെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ വറ്റൽമുളകൊക്കെ ഇതേപോലെ ഇങ്ങനെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കും അങ്ങനെ ഫേസ് കാണിക്കണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ കാണിക്കാഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഉള്ളിയുണ്ട്, അത് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ സവാളയും കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു വെറൈറ്റി രീതിയിലുള്ള രസമാണ് കേട്ടോ. കൊല്ലംകാരുടെ ഒരു രസമാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ. പിന്നെ അതേപോലെ അതേ കുരുമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ ചെയ്യാണ്ട് അപ്പം ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. പിന്നെ അതേപോലെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതേപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിഴിയണ പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അതേ ഈ ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ചായ ഇപ്പുറത്തെ അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചായ ഒരു ഭാഗത്ത് നിന്ന് തിളച്ചു. പിന്നെ എല്ലാവരും നല്ല വിശേഷങ്ങളൊക്കെ പറയുന്നു. പിന്നെ അതേ എന്താണ്, ചെമ്മീൻ ഇങ്ങനെ കറി ഒരു സൈഡിൽ ചെമ്മീൻ കറി ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇഞ്ചിക്കറി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഇത് എന്താണ്, നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറിയാണ്, ഇൻസ്റ്റൻറ്റ് ഇഞ്ചിക്കറിയാണ് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് എന്തോ കടുക് ഇട്ടുന്നോന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, കടുക് ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഇഞ്ചി ഇങ്ങനെ അരച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇഞ്ചി നല്ലോണം ഒന്ന് മൊരിയണ വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാനായിട്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു ഇരുമ്പ് ചട്ടി ഉണ്ടായിരുന്നു, അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇഞ്ചിയൊക്കെ കളറ് മാറി വരുന്നുണ്ട്, നല്ലോണം മുരുമുരാന്നായിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മാറ്റിയെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ കടുക് പൊട്ടിക്കാം. പിന്നെ അതേപോലെ കടുക് പൊട്ടിച്ചിട്ടുണ്ടെന്ന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇഞ്ചിക്കറിയാണ്. ഇതും ഒരു കൊല്ലത്തുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. എന്തായാലും ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്, ചോറിന് കൂട്ടി കഴിക്കാനായിട്ട്. പിന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മധുരം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ.
പിന്നെ അതേപോലെ പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഇഞ്ചി മാറ്റി വെച്ചിട്ടുണ്ടായല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ആയിട്ടുണ്ട്, എല്ലാവരും റെഡി ആയിട്ടിരിക്കണേന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ചെറിയൊരു വീഡിയോ.